ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജനുവരി 29, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ എയർ ക്രാഷിൽപ്പെട്ടു. ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ ഒരു റോബോട്ട്. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിജയ് ചൗക്കിൽ ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിൻവാങ്ങി. ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: 3 days സ്റ്റേറ്റ് മോർണിംഗ് ആഫ്റ്റർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ ഡെത്ത്. ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് 3 ദിവസത്തെ ദുഃഖാചരണം. ഇന്നലെയായിരുന്നു മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 3 ദിവസമാണ് മഹാരാഷ്ട്ര ദുഃഖാചരണം അനൗൺസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2026 ജനുവരി 28, അതായത് ഇന്നലെ മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ കൊല്ലപ്പെട്ടു. ഇന്നലെ ഏതാണ്ട് 8:15 വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ളതും. എന്നാൽ പൂർ വിസിബിലിറ്റി കാരണം അത് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ ഒരു കാരണമായിരുന്നു ഇന്നലത്തെ ആ ഒരു ക്രാഷ് ഉണ്ടായിട്ടുള്ളതും. ഇതിൽ 5 പേരുണ്ടായിരുന്നു. 5 പേരിൽ ഒന്ന് മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അജിത് പവാർ ആയിരുന്നു. ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് പൂന ഡിസ്ട്രിക്റ്റിലെ ബരാമതി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ഒരു ക്രാഷ് നടന്നിട്ടുള്ളത്. ഈ ഒരു ക്രാഷിലാണ് ഡെപ്യൂട്ടി CM മഹാരാഷ്ട്രയുടെ അജിത് പവാർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവർ ഉപയോഗിച്ച വിമാനമാണ് ലിയർജെറ്റ് 45 എയർക്രാഫ്റ്റ്. VTSSK രജിസ്ട്രേഷൻ ഉള്ള ലിയർജെറ്റ് 45 എയർക്രാഫ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 5 പേർ ആയിരുന്നു യാത്ര ചെയ്തിട്ടുള്ളത്. പൈലറ്റ് ഉൾപ്പെടെ എല്ലാവരും അതിൽ കൊല്ലപ്പെട്ടു. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മഹാരാഷ്ട്രയുടെ അജിത് പവാർ, അദ്ദേഹം ബരാമതി കോൺസ്റ്റിറ്റ്യുവൻസിനുള്ള വ്യക്തിയായിരുന്നു. 3 days ആണ് മഹാരാഷ്ട്രയിൽ ദുഃഖാചരണം അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ 28 ജനുവരി ആയിരുന്നു ഈ ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്: ഇന്ത്യൻ റെയിൽവേ ന്യൂ ഹ്യൂമനോയിഡ് സെക്യൂരിറ്റി റോബോട്ട്. ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ഹ്യൂമനോയിഡ് സുരക്ഷാ റോബോട്ട്. ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ ഹ്യൂമനോയിഡ് റോബോട്ട് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്? നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇന്ത്യൻ റെയിൽവേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആദ്യത്തെ ഒരു റോബോട്ട് പുറത്തിറക്കി. ഈ റോബോട്ടിന്റെ പേരാണ് ASC അർജുൻ. ASC അർജുൻ എന്ന പേരുള്ള റോബോട്ട് ആണ് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയിട്ടുള്ളത്, അതായത് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. ഇത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റോബോട്ടിന് 3 ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കും: ഇംഗ്ലീഷ്, ഹിന്ദി, തെലുഗു. സുരക്ഷയും സുരക്ഷാ കാര്യങ്ങളെയും കുറിച്ചുള്ള അവബോധം യാത്രക്കാരെ നയിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയാൻ പറ്റും. അതായത് ഗൈഡ് ചെയ്യുക, പാസഞ്ചേഴ്സിനെ ഗൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പാസഞ്ചേഴ്സിനെ ഫേഷ്യൽ ഡിറ്റക്ഷൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കുറേ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു റോബോട്ടിനെ, അതായത് ASC അർജുൻ എന്ന പേരിലുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ സവിശേഷതകൾ. ഇത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ ആണ് ഇതിൻ്റെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്: ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി അറ്റ് വിജയ് ചൗക്ക് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ വിജയ് ചൗക്കിൽ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ്. ഇന്ന് ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി നടക്കുകയാണ് വിജയ് ചൗക്കിൽ. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്ന ചടങ്ങാണ് ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി. ഈ വർഷം ഇന്ത്യ 77ാമത്തെ റിപ്പബ്ലിക് ദിനം ആണ് ആഘോഷിച്ചിട്ടുള്ളത്. ഈ ഒരു ചടങ്ങിൻ്റെ, ഈ ഒരു ആഘോഷത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ കൾമിനേഷൻ എന്ന് പറയാൻ പറ്റും ഇന്നത്തെ ദിവസം. ഇതിനെ പറയുന്ന ഒന്നാണ് ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി. ഇത് എല്ലാ വർഷം ജനുവരി 29 ആയിരിക്കുള്ളൂ. 26 റിപ്പബ്ലിക് ദിനം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ജനുവരി 29 ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി. ഇത് നടക്കുന്നത് ന്യൂഡൽഹിയിലെ വിജയ് ചൗക്കിൽ ആണ്. ന്യൂഡൽഹിയിലെ വിജയ് ചൗക്കിൽ നടക്കുന്ന ഈ ഒരു ആഘോഷം, അതായത് രാഷ്ട്രപതി ഭവന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആ ഒരു പ്രദേശത്തെയാണ് വിജയ് ചൗക്ക് എന്ന് പറയപ്പെടുന്നത്. റൈസാന ഹിൽസ് എന്നറിയുന്ന ഈ ഒരു പ്രദേശത്താണ് ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി. ഇതിൽ 4 ബാൻഡ് ആണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുമ്പോൾ: ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവിയുടെ ബാൻഡും ഒപ്പം തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന്റെ ബാൻഡ്. ഇവയുടെ ആ ഒരു പ്രകടനമായിരിക്കുള്ള പെർഫോമൻസ് ആണ് ഇന്നത്തെ ആ ഒരു ബീറ്റിംഗ് റിട്രീറ്റ് സെറമണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ബാൻഡ് അവസാനിക്കുന്ന അതേ നിമിഷം തന്നെ രാഷ്ട്രപതി ഭവനിൽ കത്തുന്ന ലൈറ്റുകളുടെ ആ ഒരു പ്രത്യേകത ഇതുകൂടി ആ ഒരു ബീറ്റിംഗ് റിട്രീറ്റ് സെറമണിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ന് ജനുവരി 29 വിജയ് ചൗക്കിൽ വെച്ചാണ് ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി നടക്കുന്നത്. ഇത്
റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ അവസാനത്തെ ചടങ്ങാണ് ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് US വിഡ്രോസ് ഫ്രം ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് US പിന്മാറി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ആ ഒരു പിൻവാങ്ങൽ. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. 2026 ജനുവരി 22 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പിൻവാങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണ് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയിട്ടുള്ളതും. ആദ്യ ദിവസം തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു, അതായത് കഴിഞ്ഞ വർഷം 2025 ജനുവരി 20 അദ്ദേഹം ഇൻഫോം ചെയ്തു, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് US പിൻവാങ്ങുന്ന കാര്യം. കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ 22 ജനുവരി ഈ കഴിഞ്ഞ ദിവസം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിൻവാങ്ങി ആഫ്റ്റർ 1 ഇയർ. ഇതിന് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് കോവിഡായി ബന്ധപ്പെട്ട ചൈനയുടെ ആ ഒരു നയത്തെക്കുറിച്ചാണ് എടുത്തു പറയുന്നത്. കോവിഡായി ബന്ധപ്പെട്ട് ചൈന കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിച്ചു എന്ന ലെവലിലുള്ള ഒന്നായിരുന്നു US ആ ഒരു കുറ്റപ്പെടുത്തൽ, ബ്ലെയിം. ഇതനുസരിച്ചാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കഴിഞ്ഞ വർഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് പിൻവാങ്ങണം എന്നുള്ള അറിയിപ്പുണ്ടായിട്ടുള്ളതും ഈ വർഷം, അതായത് ജനുവരി 22 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതിൽ നിന്ന് പിൻവാങ്ങി. നിലവിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ 194 മെമ്പേഴ്സ് ആണുള്ളത്. 194 മെമ്പേഴ്സ് അടങ്ങുന്ന ഒന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് സ്മൈൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് ബിഗിൻസ് ഇൻ ന്യൂഡൽഹി. ഇപ്പോൾ സ്മൈൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എത്രാമത്തെ ഫിലിം ഫെസ്റ്റിവൽ ആണ് സ്മൈൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ചിൽഡ്രൻ ആൻഡ് യൂത്ത്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. 12ാമത്തെ സ്മൈൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് ഇത് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. സ്മൈൽ ഇതിന്റെ പേരാണ്. സിഫ്സി എന്നറിയപ്പെടുന്ന ഒന്നാണ് സ്മൈൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത്. അത് ഈ പ്രാവശ്യം നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. 2015 സ്മൈൽ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 2015 ഈ വർഷം ഇത് 12ാമത്തെ സ്മൈൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് ആണ് ന്യൂഡൽഹിയിൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ജപ്പാൻസ് ലാസ്റ്റ് പെയർ ഓഫ് പാണ്ടസ് റിട്ടേൺ ടു ചൈന. ജപ്പാൻ അവസാന ജോഡി പാണ്ടകളും ചൈനയിലേക്ക് മടങ്ങി. ഇതൊരു കൗതുകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ജപ്പാന്റെ കൈവശം ഉണ്ടായിരുന്ന പാണ്ടകൾ അത് ചൈനയിലേക്ക് തിരിച്ചുപോയി. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്, അതായത് ജപ്പാൻ തങ്ങളുടെ പാണ്ടകൾ, ചൈനയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ പാണ്ടകൾ തിരിച്ച് ചൈനയ്ക്ക് ജപ്പാൻ തിരികെ നൽകി. കാരണം ഇപ്പോൾ ചൈനയും ജപ്പാൻ തമ്മിലുള്ള ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ, നയതന്ത്ര ബന്ധം ഇപ്പോൾ വളരെ മോശമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ജപ്പാൻ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുള്ളത്. ചൈനയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള, താൽക്കാലികമായിട്ട് വാങ്ങിച്ചിട്ടുള്ള, ബ്രീഡിങ്ങിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പാണ്ടകൾ തിരിച്ചു നൽകേണ്ടി വന്നു. ജപ്പാൻ വാങ്ങിച്ചിട്ടുള്ള ഈ പാണ്ടകളുടെ പേരാണ് സിയോ ലീ. കഴിഞ്ഞ ഞായറാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഈ പാണ്ടകൾ ഉള്ള ആ ഒരു സൂവിൽ വളരെയധികം തിരക്കായിരുന്നു. കാരണം ഒരു അവസാനത്തെ ഒരു നോട്ടത്തിന് വേണ്ടി തന്നെ മൃഗശാലയിൽ കൂടിയിട്ടുള്ളതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. 1972 ചൈന പാണ്ടകളെ ജപ്പാൻ നൽകിയിട്ടുള്ളത്. അതായത് ഏതാണ്ട് 54 വർഷം പാണ്ടകൾ ജപ്പാനിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ജപ്പാൻ എന്ന രാജ്യത്തിന് പാണ്ടകൾ ഇല്ലാത്തൊരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി, അതായത് ജപ്പാൻ ചൈനയ്ക്ക് ഓരോ വർഷം ഈ ഒരു പാണ്ടകളെ വാങ്ങി തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിനുവേണ്ടി വാടക എന്ന ലെവലിൽ പറയുമ്പോൾ അതിന് നൽകിയിരുന്നത് $1 million പെർ ഇയർ ആണ്. $1 million എന്ന് പറയുമ്പോൾ ഏതാണ്ട് 9.2 crore വരും ഇന്ത്യൻ റുപ്പി അനുസരിച്ച്. ഒരു വർഷം ചൈനയ്ക്ക് ജപ്പാൻ നൽകിയിട്ടുള്ള ഒരു തുകയാണ് $1 million പെർ ഇയർ. ഇന്നിപ്പോൾ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആണ് സനെ തെക്കാച്ചി. ഇപ്പോൾ സനെ തെക്കാച്ചിയുടെ ലേറ്റസ്റ്റ് തീരുമാനമാണ്. കാരണം ഇപ്പോൾ തൈവാൻ ആയിട്ട് ചൈനയുടെ ആ ഒരു ബന്ധം അല്പം മോശമായി നിൽക്കുന്ന അവസ്ഥയിൽ ജപ്പാൻ തൈവാനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു നയത്തെയാണ് ചൈന എതിർക്കുകയും ഇപ്പോഴത്തെ ആ ലേറ്റസ്റ്റ് ആയ തീരുമാനപ്രകാരമാണ് ചൈനയ്ക്ക് പാണ്ടകൾ തിരിച്ചു നൽകാമെന്ന് ജപ്പാന്റെ തീരുമാനം വന്നിട്ടുള്ളത്. ഇപ്പം നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് നിരവധി നമ്മുടെ കോൺഫിഡൻസ് ആണ് മാറുന്നത്. അപ്പം നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.